എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുള്ളൊരു മുട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ള സാധനമാണ് ഒരു വലിയ സവാള ചെറുതായി കൊത്തി അരിഞ്ഞത്, പിന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു വലിയ തക്കാളി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതിലോട്ട് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ സവാള വാടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. സവാളയൊന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലോട്ട് ഒരു മസാലയും ചേർക്കാനില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ മസാല നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. മസാല മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചേർത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ ബോയിൽ ചെയ്ത് തോലൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറിയിലേക്ക് വേണ്ടി തേങ്ങ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കാം. ഇതിലൊന്നും ചേർക്കണ്ട, പച്ചത്തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് മുട്ടക്കറിയിൽ എന്തോരം വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് മുട്ടക്കറിയിൽ. എനിക്ക് ഇത്രയും ഗ്രേവിയാണ് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷം നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പുഴുങ്ങിയ മുട്ടയൊക്കെ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് ഇട്ടാലാണ് മസാല നന്നായി പിടിക്കുകയുള്ളൂ മുട്ടയിൽ. അതിന് വേണ്ടി അങ്ങനെ ചെയ്തത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാം.
മുട്ടേൻ്റെ മുകളിലായി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ മുട്ടയിലൊക്കെ ഈ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 2-3 മിനിറ്റും കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു കിടിലൻ മുട്ടക്കറിയാണ്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.